ഹലോ ഗൈസ്, വെൽക്കം ടു ചേച്ചീസ് വ്ലോഗ്. സോ ഇന്ന് ചേച്ചിക്ക് പകരം ഞാനാ. ഞാൻ ഇന്ന് സൗണ്ട് എല്ലാം ചെയ്യുന്നു. കാരണം ചേച്ചി സൗണ്ട് പോയിരിക്കുകയാണ്. പനിയൊക്കെ വന്ന് സൗണ്ടൊക്കെ അടിച്ചു പോയി ഗൈസ്. അതുകൊണ്ട് സൗണ്ട് ഇല്ല പുള്ളിക്കാരിക്ക്. അതുകൊണ്ട് ഞാനായിരിക്കും ഇനി മുതലുള്ള വീഡിയോസിനൊക്കെ സൗണ്ട് ചെയ്യുന്നത്. കാരണം പുള്ളിക്കാർക്ക് സൗണ്ട് ഇല്ലല്ലോ. അതാ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വന്ന് വേറെ ഒന്നുമില്ല. മണി ഇപ്പോൾ 2 മണിയാവാൻ പോകുന്നുണ്ട്. കാണാമല്ലോ അല്ലേ? ഓക്കെ. അപ്പം വന്നിട്ട് വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. കാരണം വെളുപ്പിനായപ്പോൾ ഞങ്ങൾക്ക് 5 പേർക്ക്, നമ്മൾ എനിക്കും ചേച്ചിക്കും അച്ഛനും എൻ്റെ കസിൻ ബ്രദറിനൊക്കെ വിശപ്പ് തുടങ്ങി. അപ്പോൾ പിന്നെ ശരി, വിശക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്ന് പുറത്തോട്ട് പോയി ഒന്ന് കഴിച്ചാലോ എന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം യൂട്യൂബിൽ വീഡിയോസൊക്കെ കണ്ട് ഇരുന്ന് നമുക്ക് ഫുഡിൻ്റെ ഒക്കെ വീഡിയോസ് കണ്ടപ്പോൾ നമുക്ക് ചെറിയൊരു വിശപ്പൊക്കെ തോന്നി. പിന്നെ ഞങ്ങൾ നൈസ് പുറത്ത് കഴിക്കാന്നുള്ള പ്ലാനുണ്ട്. അച്ഛനെയും ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊടുത്തി സോപ്പൊക്കെ ഇട്ട് അച്ഛനോട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെന്താ പോവാലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനും റെഡി ആയിട്ട് ഞങ്ങൾ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജസ്റ്റ് ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്കിനി പുറത്തോട്ട് പോകുന്നുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് പുറത്തോട്ട് പോകുന്ന കാഴ്ച നോക്കാം. മണിക്ക് നിന്റെയൊക്കെ തീറ്റി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ നേരെ ഇനി പോകുന്ന സ്റ്റാച്യൂലേക്ക് ആയിരിക്കണം. അങ്ങനെയൊന്നുമില്ല, പോകുന്ന വഴിക്ക് എവിടെ ഹോട്ടൽ തുറന്നിരിക്കും അവിടെ ചവിട്ടും. ഇന്ന ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. ഇത്രേ ഉള്ളൂ ഗൈസ്, ഇങ്ങനെയുള്ളൂ. അപ്പൊ പോകുന്ന വഴിക്ക് ഏതാണോ തട്ടുകട കാണുന്നത് അവിടെ പോയി ദോശയൊക്കെ കഴിച്ച് സെറ്റാക്കിയിട്ട് തിരിച്ചു വരും. നമ്മുടെ പ്ലാൻ. അപ്പം ദൈവമേ, വെറും തട്ടുകട മാത്രം തുറന്നിരിക്കണേ, ഹോട്ടലുകളൊന്നും തുറന്നിരിക്കില്ലേ, എല്ലാ ഹോട്ടലുകളും അടക്കണേ. വെറും ദോശയും ചമ്മന്തിയും ആംപ്ലേറ്റും മാത്രം കിട്ടുന്ന കട തുറന്നിരിക്കണേ. നമുക്ക് ചേച്ചിയുടെ സൗണ്ട് ഒന്ന് കേട്ടു വയ്ക്കാല്ലോ. ഒന്ന് ഹലോ പറഞ്ഞേ. ഹലോ പറ. സത്യമായിട്ട് സൗണ്ട് വരില്ല. ഓ, അവന്റെ ചിരട്ടയിലിട്ട് പറഞ്ഞ കണക്കുള്ള സൗണ്ടല്ലേ പറഞ്ഞു. മന്തി റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. സോ കുറെ അലഞ്ഞ കേട്ടോ. ഷോപ്പാണ് ഇപ്പം തന്നെ 2 മണിയായി, 2:30 ഗൈസ്. സോ ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാ കടകളും അടച്ചിട്ടുണ്ട്. സോ ഫൈനലി ഞങ്ങളൊരു കട തേടി വന്നു. ഞങ്ങളുടെ എവിടെയാണ്? കിഴക്കേക്കോട്ടല്ലേ? മണക്കാട്. കിഴക്കേക്കോട്ട മണക്കാടിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ബ്രേക്ക് ടൈം എന്നാണ്. സോ ഞങ്ങളിപ്പോൾ മന്തിയൊക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത് ഗൈസ്. മന്തി, പൊറോട്ട, ബീഫ് പെരട്ട് ഇതൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്യുന്നത്. ഗ്യാസ്
പീസ് എത്ര കഷ്ണം ഉണ്ടായിരുന്നു കാല് കഴിച്ചെന്നുള്ളത് എന്താന്ന് പറഞ്ഞു കൊടുക്ക്. എക്സാമാണ്. നാളെ സുഖോളജിക്ക് എഴുതും കേട്ടിരിക്കില്ലേ നാളെ എക്സാം നാളെ ഇന്ന് മണിക്കൂർ ഇങ്ങോട്ട് പോകാം 3:30 ഇന്ന് എക്സാം ആണ് സെം എക്സാം ആണ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നും പഠിച്ചിട്ടില്ല തൊണ്ടാവശ്യമാണ് അത്രേ ഉള്ളൂ ഞാൻ ഓപ്പൺ ആയിട്ട് എല്ലാം പറയുന്ന പറ്റിയാണ് എന്തിനാവോ എനിക്കറിഞ്ഞു ഞങ്ങള് ഫുഡെല്ലാം കഴിച്ച് ഇതാ എവിടുന്ന വണ്ടി എടുന്നേരെ വീട്ടിൽ പോയിട്ട് ഇനി ശവാസനം കിടക്കാൻ പോവാ നാളെ സുഖോളജി എക്സാം നാളത്തെ സുവോളജി എക്സാമിന് ന്യൂ സൗണ്ട് ഓർമ്മ എൻ്റെ അനിയത്തി ഇന്ന് പോയിട്ട് മന്തിയുടെ റെസിപ്പീസ് എഴുതും. സുവോളജിക്ക് മന്തിയുടെ റെസിപ്പീസ് എഴുതും എന്തിനാണ് എന്തോ എൻ്റെ ഫാമിലി